ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഇന്നൊരു പ്ലെയർ റിവ്യൂ ആണ്. എന്നുവെച്ചാൽ നമുക്ക് നാളത്തെ സെലക്ഷൻ കോൺടാക്റ്റിൽ നമുക്ക് ഏത് പ്ലെയറാണ് വേണ്ടതെന്ന് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർ ഏത് പ്ലെയറെ എടുക്കണമെന്ന് ഇപ്പോൾ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടാവും. അതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏതായാലും കന്നവാരോ എനിക്കിപ്പോൾ കിട്ടിയതല്ല, എനിക്ക് മുന്നേ വന്ന പാക്ക് കിട്ടിയതാണ്. അന്നൊരു വെർത്തി പാക്കായിരുന്നു വന്നിരുന്നത്. പീറ്റർ സ്മൈക്കിൾ, കന്നവാരോ, അതുപോലെ ഫിലിപ്പ് ലാം, ഈ 3 പേര് അടങ്ങിയ പാക്കായിരുന്നു. സ്മൈക്കിളിന് വേണ്ടി ഞാൻ മെയിനായിട്ടന്ന് കോയിൻ സ്പെൻഡ് ചെയ്ത്, ബട്ട് എനിക്ക് കന്നവാരോയും കിട്ടിയിരുന്നു. അതാ ഞാൻ കളിപ്പിച്ച കളി. ഇത് നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തരാം. 1909 മാച്ച് ഞാൻ കന്നവാരോനെ വെച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പ്ലെയറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഫ്രീ ട്രയൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ കുറഞ്ഞ മത്സരങ്ങളൊക്കെ കളിച്ചിട്ട് ഒരഭിപ്രായം പറയുന്നുണ്ടാവും. ഞാൻ മെയിനായിട്ട് ഇത് മുന്നേ കിട്ടിയതുകൊണ്ടാണ് ഇത്ര മത്സരം കളിപ്പിച്ചത്. ഞാൻ എൻ്റെ സ്ക്വാഡിൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ട് ഒരു പ്ലെയറായിട്ടാണ് കന്നവാരയെ കാണുന്നത്. എന്നുവെച്ചാൽ അത്ര നല്ല പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹൈറ്റ് കുറവായിട്ട് ഏരിയയിൽ വീക്കാണോ എന്ന് ചോദിച്ചാൽ വീക്കാണ്, അത് നമുക്കറിയാം. കാര്യം 99 ജമ്പിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഏരിയയിലെ ലേശം വീക്കാണ്. നമുക്കറിയാമല്ലോ, ഹൈറ്റ് കൂടിയ ഒരു ഓപ്പോണൻറ്റ് പ്ലെയർ ഉണ്ടെങ്കിൽ എത്ര ജമ്പിങ് ഉണ്ടെങ്കിലും അവരുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ഞാനതൊരു നെഗറ്റീവായിട്ട് മൊത്തത്തിൽ കാണുന്നില്ല. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഈ പ്ലെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ പക്കയാണ്. എന്നുവെച്ചാൽ എനിക്ക് ഉള്ളതിൽ ഞാൻ എൻ്റെ സെൻറ്റർ ബാക്കിൽ ടോണി ആഡംസ് ഉണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഡിസ്ട്രോയർ വരുന്നത് വാൻ ബൂയ്റ്റൻ. ഞാൻ കാണിച്ചു തരാം, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് പറയാം. അതുപോലെ ബെക്കൻബോർ ഫ്രീക്കാർഡാണ് നമുക്കറിയാം. എന്നിരുന്നാലും ഈ ഹൈറ്റ് കൂടിയ പ്ലെയറാണ് നമുക്ക് ഈ വാൻ ബൂയ്റ്റനും ടോണി ആഡംസും. ബട്ട് അതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഗെയിമിൽ കിട്ടുന്നത് ഈ കന്നവാരോ വെച്ച് കളിക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ മെയിനായിട്ട് ഇവർ രണ്ടും ബൾക്കി പ്ലെയേഴ്സാണ്. ബൾക്കി മീൻസ് നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. പക്ഷേ ഏരിയയിൽ സ്ട്രോങ് ആണ്. കന്നവാരോയെ അപേക്ഷിച്ച് ഏരിയയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് അവർ രണ്ടുപേരും. എന്നിരുന്നാലും വാൻ ബൂയ്റ്റനൊക്കെ നമുക്കറിയാം, ഒന്ന് ടേൺ ചെയ്ത്, അതായത് ഓപ്പോണൻ്റ് ഫോർവേഡ് ഒന്ന് ഫേക്ക് ഷോട്ടൊക്കെ ഇട്ടാൽ അവിടെ കഴിഞ്ഞു. ടേൺ ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും നമുക്ക് പുറകിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ കന്നവാരോ അങ്ങനെയല്ല. നമുക്ക് നോക്കാം, സ്റ്റാറ്റ്സും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഫിസിക്കലി അത്യാവശ്യം സ്ട്രോങ് ആണ്. സ്പീഡ്, ആക്സലറേഷൻ, മെയിനായിട്ടാവുന്നല്ലോ ബാലൻസ് കാണിച്ചു തരാം. 89 ബാലൻസ് വരുന്നൊരു സെൻറ്റർ ബാക്കാണ്. ഇത്ര ബാലൻസ് വരുന്ന സെൻറ്റർ ബാക്ക്സ് കുറവാണ്, ഹൈറ്റ് കുറവായതുകൊണ്ടാണ്. നമുക്കറിയാം. പിന്നെ ബറേസി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ യൂസ് ചെയ്യാറുള്ളൊരു പ്ലെയറാണ്. അത് ഹൈറ്റ് കുറവാണ്, നല്ല ബാലൻസ് ഉണ്ട്. നമുക്ക് ഫ്ലെക്സിബിളായിട്ട്, അതായത് മാച്ചപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല ഫ്ലെക്സിബിളായിട്ട് അവരെ പുറക്കെ നടന്ന് തന്നെ മാച്ചപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈ പ്ലെയറെ കൊണ്ട് സാധിക്കും. പിന്നെ എന്താ ജമ്പിങ് 99 വരുന്നുണ്ട്. പിന്നെ ആക്സിലറേഷൻ സ്പീഡ് 87 സ്പീഡ് വരുന്നുണ്ട്. ഇത് ബൂസ്റ്റർ മാനേജറാണ് 88 കിട്ടുന്നത്. പിന്നെ ഞാൻ കസ്റ്റം ചെയ്ത കേട്ടോ, എൻ്റെ ഓട്ടോ ലൊക്കേറ്റല്ല ഞാൻ കൊടുത്തേക്കുന്നത്, പ്ലെയർ പ്രൊഫഷൻ ഞാൻ കസ്റ്റം ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ആക്സിലറേഷൻ 86. ഇത്ര ആക്സിലറേഷൻ വരുന്ന പ്ലെയേഴ്സും സെൻറ്റർ ബാക്കിൽ കുറവാണ്, നമുക്കറിയാം. പിന്നെ എല്ലാവരുടെയും ഫ്രീ കാർഡ് കിട്ടിയ സാലിബ സ്പീഡുണ്ട്, 90 സ്പീഡ് വരുന്ന, ബട്ട് ആക്സിലറേഷൻ കുറവായിരിക്കും. പിന്നെ അത് ഷോർട്ട് ടൈമും കാര്യങ്ങളാണ്. ഇതെല്ലാം എപ്പിക്കല്ല, അപ്പോൾ ഫോമിൻ്റെ ഇഷ്യൂ അതിനൊക്കെ വരും. എന്നിരുന്നാലും വൺ ഓഫ് ദ ബെസ്റ്റ് CB 106 ഓവറോൾ വരുന്നുണ്ട്. ബൂസ്റ്റർ മാനേജർ ആരെ ഇട്ടാൽ 106 കിട്ടുന്നുണ്ട്. സിംഗിൾ ബൂസ്റ്റർ മാനേജറിന് 106 തന്നെ വരുന്നുണ്ട്. നോക്കാൻ ഡിഫൻസീവ് അവർനെസ് 101 വരുന്നുണ്ട്. ടാക്ലിംഗ് 100 വരുന്നുണ്ട്. അഗ്രഷൻ 98 വരുന്നുണ്ട്. ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് 96 വരുന്നുണ്ട്. ഇതല്ല കേട്ടോ, ഇതിന് കൂടുതൽ വരും. ബട്ട് ഞാൻ കുറച്ച് ഡിഫൻസ് കുറച്ചിട്ട് സ്പീഡിലോട്ട് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ജമ്പിങ് 99 വരുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റ് 94 വരുന്നുണ്ട്. സ്റ്റാമിന 86 വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡ്യൂവലിംഗ് ആണ് ഇത് വരുന്നത്, ബൂസ്റ്റർ വരുന്നത്. പിന്നെ ഞാൻ ഷട്ട് ഡൗൺ ആണ് കൊടുത്തത്. ഞാൻ പ്രിഫർ ചെയ്യുന്നു ഷട്ട് ഡൗൺ തന്നെ കൊടുക്കാനാണ് സെക്കൻഡ് ബൂസ്റ്റർ. ഹെഡിങ്, മാൻ മാർക്ക്, ഇൻ്റർസെപ്ഷൻ, ബ്ലോക്ക്, എയർ സുപ്പാരിറ്റി, എല്ലാ ഡിഫെൻസീവ് പരമായിട്ടുള്ള സ്കിൽസും വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
എന്നിരുന്നാലും ഏരിയൽ ബോളിൽ ചെറിയൊരു വീക്ക്, പക്ഷേ നമുക്ക് ഹൈറ്റ് കൂടിയ ഒരു CBയുടെ കൂടെ കളിപ്പിക്കുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഏരിയൽ വീക്കെന്ന് ഞാൻ പറയുന്നില്ല, ഹൈറ്റിൻ്റെ പ്രശ്നം. 99 ജമ്പിങ് ഉണ്ടാവും, എങ്ങനെയാണെങ്കിലും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കും. പിന്നെ അത്രമേൽ ബുള്ളറ്റ് ഹെഡറും ഹൈറ്റ് കൂടിയ പ്ലെയേഴ്സ് വരുമ്പോൾ മാത്രം, പിന്നെ ഈ ക്രോസ് പാമേഴ്സ് അവരെ കളിക്കുമ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ ഫുൾ ബാക്സ് അത്യാവശ്യം നല്ലതാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇത്ര മാച്ച് കളിച്ചിട്ട് ഞാൻ എൻ്റെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് സെറ്റാവാത്തൊരു പ്ലെയേഴ്സിന് ഞാൻ ഇത്ര മാച്ചിൽ എന്തായാലും യൂസ് ചെയ്യില്ല. 1909 മാച്ച് ഞാൻ മെയിനായിട്ട് ഇത് ഡിവിഷനാണ് ഞാൻ അധികം കളിക്കാറ്. ഞാൻ ഓഫ്ലൈൻ മാച്ച് റെയറായിട്ടേ കളിക്കാറുള്ളൂ, ഓൺലൈൻ മാച്ച് മാത്രമേ കളിക്കാറുള്ളൂ. അതിൽ ഇത്ര മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആരെങ്കിലും ഈ കനവാന എടുക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. നമുക്ക് എടുത്തിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നില്ല. അതായത് ടോണി ആദംസിനെ യൂസ് ചെയ്യുന്നവരൊക്കെ മാറ്റി ഇതാക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യം തോന്നാം, എന്നുവെച്ചാൽ ഹൈറ്റിൻ്റെ വിഷയത്തിൽ. പക്ഷേ അതായത് ബോൾ പുറകിൽ നിന്ന് ഓടിച്ചിട്ട് പിടിക്കാനാണേലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ബോളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എന്നുവെച്ചാൽ പക്കയാണ്. പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഡിസ്ട്രോയറാണ്, എപ്പോഴും ഓടി നടന്ന് കളിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലായിരിക്കും. അപ്പോൾ ഒരു ബിൽഡപ്പ് CBയുടെ കൂടെ ഇട്ടാൽ നമുക്ക് പക്കയാണ്. അപ്പം ആരും എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. റിവ്യൂ കണ്ടിട്ട് തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ ഇത്രയും മാച്ച് കളിച്ചതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെർത്തി പ്ലെയർ തന്നെയാണ്, അതിൽ യാതൊരു ടെൻഷനും വേണ്ട. അപ്പം നാളെ നമുക്ക് ഈ പ്ലെയേഴ്സൊക്കെ തന്നെ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അവർ നിലവിൽ ഒഫീഷ്യൽ സൈറ്റിലിട്ടത് ഈ പ്ലെയേഴ്സ് തന്നെ ആയിരിക്കുമെന്നാണ്. അപ്പം മാറുമൊന്നും ഇല്ലായിരിക്കും. അപ്പം 106 CB സെൻറ്റർ ബാക്കിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റാണെന്ന് തോന്നുന്നു. 106 വരുന്നത് റെയറാണ്. എൻ്റെ ഒപ്പീനിയൻ ശരിയാണെന്ന് എനിക്കറിയില്ല. 106 വേറെ CB ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വെച്ച് വേറെ ഒരു പ്രശ്നം ഈ കാർഡിനില്ല. ധൈര്യമായിട്ട് എടുക്കാം. അപ്പം എടുത്തവരെന്തായാലും വലിയ ഡിസപ്പോയിൻമെൻ്റ് ആവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.